ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ലൊരു മുരിഞ്ഞ ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതാ ഉഴുന്നുവടയ്ക്ക് വേണ്ട ഉഴുന്ന് ഞാൻ ഏകദേശം ഒരു 180 ഗ്രാം ഉഴുന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ വെള്ളത്തിലിട്ടു നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഒരു 5 മണിക്കൂറോളം ഒക്കെ കുതിർത്താൽ ധാരാളം മതിയായിരിക്കും. ഇനി ഇത് നമ്മൾ വെള്ളം ഒട്ടും ഇല്ലാതെ വാർത്തിയിട്ട് ഉഴുന്നൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. എന്തായാലും നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിക്കാണ്ട് നമ്മുടെ ഉഴുന്ന് എന്തായാലും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ആദ്യം അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉഴുന്ന് വെള്ളത്തിലിട്ട അതേ വെള്ളം തന്നെയാണ്. അപ്പോൾ നമ്മളിതാ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്ന് വടയ്ക്ക് കുറച്ചൊരു നല്ല ക്രിസ്പിനെസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്ന് വടയ്ക്ക് ചെറിയൊരു ബലവും കൊടുക്കും. അപ്പോൾ നമ്മുടെ വെറും ഉഴുന്ന് മാത്രമാവുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ എണ്ണ പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ അരിപ്പൊടിയും കൂടി ചേർക്കുന്ന സമയത്ത് കുറച്ച് നന്നായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് കുറച്ച് നേരം നമ്മളൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി, അതുപോലെ ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, പച്ചമുളക് ഇത്രയാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മല്ലിയിലൊന്നും ഉഴുന്നുവടയിൽ ചേർക്കാറില്ല, ഞങ്ങൾ പൊതുവേ ചേർക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഈ ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മാവൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഒരുപാട് നേരമൊന്നും വെച്ചിട്ടില്ല. നമ്മുടെ ഉള്ളിയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കുന്ന സമയം മാത്രം ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളൂ. ഇനിതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നേരത്തെ നമ്മൾ അരിഞ്ഞ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുക. ഞാൻ മുഴുവൻ മുളക് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ചതച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പിഞ്ച് ജീരകം. ജീരകം ഞങ്ങളുടെ ഇവിടെയൊക്കെ എല്ലാവരും ഉഴുന്നുവടയിൽ ചേർക്കാറുണ്ട്. അപ്പോൾ ജീരകം ഓപ്ഷണലാണെന്ന് ചിലവരൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് നമ്മൾ ജീരകം ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെ ഉഴുന്നുവടയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന ഉഴുന്നിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മുടെ മാവിലൊക്കെ വ്യത്യാസം വരാവുന്നതാണ്. അപ്പോൾ അരിപ്പൊടിയുടെ അളവ് നിങ്ങൾ അതിനനുസരിച്ച് കുറച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്തത് ഉപ്പാണ്. ഉപ്പ് എപ്പോഴും ഈ പരിപ്പ് വട, ഉഴുന്നുവട തുടങ്ങിയ ഐറ്റംസിലൊക്കെ ചേർക്കുന്നത് അവസാനം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ മാവ് ഒത്തിരി ലൂസായി പോകാൻ വേണ്ടിയിട്ട് അത് കാരണമാവും. അപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തു ഉപ്പ്. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്താൽ വട തയ്യാറാക്കാനുള്ള മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഉഴുന്നുവട ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഉള്ളത്. കൈ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ചെറുതേ ഒരു ബോൾ ഷേപ്പിൽ കുറച്ച് ഉഴുന്നുവട എടുക്കുക. എന്നിട്ട് നമ്മൾ തള്ളവിരൽ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ അമർത്തി കൊടുക്കുക. അതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ കയ്യിൽ നമ്മൾ ഉഴുന്നുവടയുടെ മാവ് വെച്ചതിന് ശേഷം ഒരു ഹോളാക്കിയിട്ട് ഇട്ട് കൊടുത്താലും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉഴുന്നുവടയുടെ ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എപ്പോഴും ചെയ്തെടുക്കാറ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വേറെ വേറെ മെത്തേഡുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ഉഴുന്നുവട എന്ന് പറയുന്നത് 2 എണ്ണമാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് കേട്ടോ. നമ്മുടെ ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ട് ഒരുപാട് എണ്ണമൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ നിങ്ങൾ സമയം എടുത്തിട്ട് ഉഴുന്നുവടകൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒരെണ്ണം ഇട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് അടുത്തിടുമ്പോഴേക്കും നമ്മൾ ആദ്യം ഇട്ടത് റെഡി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഉഴുന്നുവട ഹോളാക്കിയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതാ ഇത് സെക്കൻഡ് മെത്തേഡ് ചെയ്യുന്നത് ഇതുപോലെ തള്ളവിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇടുന്ന മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് ഒരു ചെറിയ ഉരുള പോലെ ആക്കി നമ്മുടെ തള്ളവിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മുഴുവൻ ഉഴുന്നുവട ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു ഈവനിങ് സ്നാക്ക് ആക്കിയിട്ടുണ്ടാക്കിയ ഉഴുന്നുവട നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.